Dear students, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ കളക്ഷൻ ഓഫ് ഡാറ്റ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ കളക്ട് ചെയ്ത ഡാറ്റ ഇനി എന്ത് ചെയ്യണം? അത് ഓർഗനൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ആവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോണത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ കയ്യിൽ ബുക്കും പേനയൊക്കെ ഉണ്ടാവണം. ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലെ പോയിന്റ്സ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയ്ക്ക് നിങ്ങൾ ഈ നിങ്ങളുടെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിലെ അതിലെ സാർ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് തന്നെ ഞാനിവിടെ ഒന്ന് റീകളക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വന്ന സമയത്ത് SLC പരീക്ഷ എഴുതാനായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഏത് റൂമിലിരിക്കണം, ഏത് ബെഞ്ചിലിരുന്ന് പരീക്ഷ എഴുതണം എന്നൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പോൾ അവിടെ എല്ലാവരും കൂടി വന്ന് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അധ്യാപകൻ കൊണ്ടുവന്ന് അവിടെ വെച്ചത്. അപ്പോൾ അത് നോക്കി എല്ലാവരും അവനവൻ്റെ റൂമും അവനവൻ്റെ ബെഞ്ചും മനസ്സിലാക്കി വിത്തിൻ സെക്കൻഡ്സ് അവിടെ ശൂന്യമായി. എല്ലാവരും അവനവൻ്റെ ക്ലാസ്സുകളിൽ വളരെ ഭംഗിയായിട്ട് അറേഞ്ച്ഡായി. ഈ അറേഞ്ച്മെൻറ്റ് നടന്നത് എന്തിൻ്റെ ബേസിലാണ്? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ SLC രജിസ്റ്റർ നമ്പറിൻ്റെ ബേസിലാണ് നിങ്ങൾ പോയി നിങ്ങളെ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ക്രമപ്പെടുത്തിയത്. അങ്ങനെ നിങ്ങളെല്ലാവരും ക്ലാസ്സുകളിൽ വളരെ ഭംഗിയായിട്ട് അറേഞ്ച്ഡായി. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ പഠിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത് കിട്ടിയ ഡാറ്റയെ റോ ഡാറ്റ എന്നാണ് പറയുക. ഡാറ്റ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഈസ് കോൾഡ് റോ ഡാറ്റ. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. റോ ഡാറ്റയാണ് നമുക്ക് ആദ്യം ലഭിക്കുക. അപ്പോൾ ഈ ഡാറ്റ വളരെ വലുതായിരിക്കും. ഇറ്റ് വിൽ ബി വെരി ലാർജ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അപ്പോൾ ഈ റോ ഡാറ്റയെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എങ്ങനെയാണ് നടത്തുക? ഡാറ്റ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസംബ്ലൻസസ്. എന്തെങ്കിലും ഒരു ബേസിൻ്റെ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ നമ്മൾ ക്രമീകരിക്കുന്നു. ഡാറ്റ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസംബ്ലൻസസ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ഇനി ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ, ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പല ഭാഗത്തേക്കുള്ള ലെറ്ററുകൾ അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഈ സോർട്ടിംഗ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഓരോ പിൻകോഡ് നോക്കിയിട്ട് ഓരോ ഭാഗത്തേക്കുള്ള ലെറ്ററുകൾ ഓരോ ബാഗുകളിലാക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതാത് ഏരിയയിലേക്കുള്ളതിനെ. അപ്പോൾ അവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ തരം തിരിക്കുന്നത് അങ്ങനെ ക്രമപ്പെടുത്തി എടുക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരു ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്ന് നമുക്ക് ഇപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഒരു ബുക്ക് വേണം, അത് കിട്ടണമെങ്കിൽ അവിടെ ആ രീതിയിൽ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ആ ലൈബ്രറിയിൽ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്തതെങ്കിൽ ഒരു ലൈബ്രറിയിൽ ബുക്കുകൾ അറേഞ്ച് ചെയ്യുന്നത് സബ്ജക്ട്സിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്രമീകരിക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. 4 ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് ഉള്ളത്. ഫസ്റ്റ് വൺ സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് ഓരോ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ ക്രമീകരിക്കുമ്പോൾ അത് ലൊക്കേഷൻ്റെ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്, ജോഗ്രഫിക്കൽ ബേസ് ആണ്. അപ്പോൾ അതിനെ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഇനി ക്രോണോളജിക്കൽ, ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രാജാക്കന്മാരുടെ ഭരണകാലം അതൊക്കെ ടൈം ബേസിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആണ്. അവിടെ ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ്. അതിൻ്റെ പ്രത്യേകത ദേ ആർ നോട്ട് മെഷറബിൾ. നമുക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, പ്രൈസ് ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാവുന്ന വേരിയബിൾസ് ആണ്.
ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റീസിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഇപ്പൊ ഇതിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്സ്, കളർ ഓഫ് ഹെയർ, ലിറ്ററസി, റിലീജിയൻ, അതല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി, ഓണസ്റ്റി, ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് മെഷർമെന്റ് എങ്കിൽ അതിനെ എന്താ പറയാ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് 4 തരം ക്ലാസിഫിക്കേഷനുകൾ: സ്പേഷ്യൽ, ക്രോണോളജിക്കൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി നമുക്ക് വേരിയബിൾസിനെ കുറിച്ചിട്ട് പഠിക്കാം. വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാല് വാരി ചെയ്യുന്ന എല്ലാ തിങ്സിനെ നമ്മൾ വേരിയബിൾസ് എന്നാണ് പറയാം. ഇപ്പൊ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് കടക്കുമ്പോഴേക്കും അത് ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ ആണ്. അപ്പൊ വേരിയബിൾസ് പ്രധാനമായിട്ടും ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാല് നിങ്ങൾ പലരും ഇപ്പൊ 160, 160.2, 163.5 ഇങ്ങനെ പോയിന്റ്, ഡെസിമൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾ പറയും. അപ്പൊ അതൊരു ഹോൾ നമ്പർ ആവാം, ഫ്രാക്ഷണൽ വാല്യൂ ആവാം, ഡെസിമൽ വാല്യൂ ആവാം. ഇങ്ങനെ എനി ന്യൂമറിക്കൽ വാല്യൂ അവിടെ എടുക്കാമെന്നുണ്ടെങ്കിൽ അത്തരം വേരിയബിൾസിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻകം, പ്രൈസ് ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിന്റെ ഉദാഹരണം നമുക്ക് എഴുതാം. ഹൈറ്റ്. അപ്പോൾ 1 മുതൽ 2 വരെയുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എത്രയോ കോടിക്കണക്കിന് വാല്യൂസ് അതിനുള്ളിൽ വരുന്നുണ്ട് അല്ലേ. 1.1, 1.0, 1.02 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വാല്യൂസ് 1നും 2നും ഇടയിലുണ്ട്. ഇങ്ങനെ എനി ന്യൂമറിക്കൽ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാവുന്ന തരം വാരിയബിൾസ് ആണ് കണ്ടിന്യൂസ് വാരിയബിൾ. അത് ഹൈറ്റ്, വെയിറ്റ് ഒക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷെ ഡിസ്ക്രീറ്റ് വാരിയബിൾ എന്ന് വെച്ചാൽ വാരിയബിൾസ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺലി സർട്ടൻ വാല്യൂസ്. ചില ഹോൾ നമ്പർ മാത്രം അവിടെ എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, ഒരു വീട്ടിലെ കുട്ടികളുടെ എണ്ണം. അതിൽ നമ്മൾ ആരെയും മുക്കാലൊന്നായിട്ട് പറയാൻ പറ്റില്ല. 3, 4 അല്ലെങ്കിൽ 1 എന്നൊക്കെ പറയാം. ഇനി നമ്പർ ഓഫ് റൂംസ് ഇൻ എ ഹൗസ്, ഒരു വീട്ടിലെ മുറികളുടെ എണ്ണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അപ്പോൾ ഇത്തരം ഹോൾ നമ്പറിൽ മാത്രം അല്ലെങ്കിൽ സർട്ടൻ വാല്യൂസിൽ മാത്രം നമുക്ക് വാരിയബിളിനെ സ്വീകരിക്കാൻ പറ്റുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് വാരിയബിൾ എന്ന് പറയാം. അപ്പൊ ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കുറെ ഐറ്റംസ് തന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഡിസ്ക്രീറ്റ് വേരിയബിളിന് ഉദാഹരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറി, അല്ലെങ്കിൽ നമ്പർ ഓഫ് റൂംസ് ഇൻ എ ഹൗസ്. ഇവിടെ ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നുമില്ല. These discrete variables can take only certain values. അത് ഹോൾ നമ്പർ ആണ് ഇവിടെ എപ്പോഴും എടുക്കുന്നത്. കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ ഏത് വാല്യൂ സ്വീകരിക്കാം. ഹോൾ നമ്പർ ആവാം, ഫ്രാക്ഷണൽ വാല്യൂ ആവാം, ഡെസിമൽ വാല്യൂ ആവാം. ഇതാണ് ഇപ്പൊ ഇങ്ങനെ വാരിയബിൾസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഷോർട്ടായിട്ട് എഴുതിയതുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ഇപ്പോൾ ഞാൻ ഒരു വാല്യൂ എഴുതാണ് 0 to 10. 0നും 10നും ഇടയിലുള്ള വാല്യൂസ് ഒക്കെ അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടും അല്ലേ. ഇതൊരു ക്ലാസ് ആണ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ ഘടകം ക്ലാസ് ആണ്. അപ്പോൾ ഇത് 0, 10, അടുത്തത് 10, 20, 20, 30 ഇങ്ങനെ ഞാൻ ക്ലാസ്സുകൾ എഴുതുമ്പോൾ ഈ 0, 10ൽ 0 ലോവർ ലിമിറ്റ് എന്നാണ് പറയാം. 0നെ ലോവർ ലിമിറ്റ് എന്ന് പറയും, 10നെ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കുറച്ച് ടേംസ് ഇവിടെ പഠിക്കുകയാണ്.
ക്ലാസ് എന്ന് പറയുമ്പോൾ 0, 10, 10, 20 എന്നൊക്കെ ഉള്ളത് ക്ലാസ്സുകളാണ്, ക്ലാസ്സസ്. ഇനി ഇതിൽ ലോവർ ലിമിറ്റ് നമ്മൾ പഠിച്ചു. ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ക്ലാസിന്റെ കുറഞ്ഞ വാല്യൂവിനെയാണ് ലോവർ. അപ്പോൾ ഇവിടെ 0, 10, 20 ഇതൊക്കെ ലോവർ ലിമിറ്റ്സ് ആണ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാണ്? അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0, 10 അപ്പർ ലിമിറ്റ് 10 ആണ്. 10, 20 അപ്പർ ലിമിറ്റ് 20 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ മിഡ് പോയിന്റ് വരും. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് പറയാ? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇതിന്റെ ക്ലാസ് ഇന്റർവെൽ ആണ് ഇനി ഇതിൽ വരുന്ന ഒരു ടേം, ക്ലാസ് ഇന്റർവെൽ. ക്ലാസ് ഇന്റർവെൽ എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അതായത് ഇവിടെ എന്താ വരാ? 10 മൈനസ് 0. അപ്പോൾ ഇവിടെ 10 അല്ല വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ മനസ്സിലാക്കാണ്ട്. ഇപ്പൊ 0, 10 എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ഇപ്പൊ 0-നും 10-നും ഇടയിലുള്ള എല്ലാ വാല്യൂസും അതിൽ ഉൾപ്പെടും. ഇനി ഇതിൽ 0 ലോവർ ലിമിറ്റ് ആണ്, 10 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ്. ഇനി ഇതിന്റെ മിഡ് പോയിന്റ് കാണാനായിട്ട് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. ഇനി ഇതിലെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി ഇതിലെ അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ ബുക്കില് എഴുതിയിരിക്കാം കേട്ടോ. ഇനി ഇതിലെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പൊ ഈ 0, 10 എന്ന് പറയുമ്പോൾ ഇതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നാണ് പറയാ. എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ. എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാല് എക്സ്ക്ലൂഡഡ് ആണ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ഈ അപ്പർ ലിമിറ്റ് ഉൾപ്പെടുന്നത് ഇവിടെയാണ്. 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ എക്സ്ക്ലൂഡഡ് ആണ്, ഇവിടെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുക. ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോഴോ ഇപ്പോ 0 to 9. ഇനി ഈ 9 ഇവിടെ റിപ്പീറ്റ് ചെയ്യില്ല. ഇവിടെ 10 ആണ്. 10 to 19, 20 to 29. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ക്ലാസ് ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് ഇതിന് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഈ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടാണെങ്കിൽ ഇതിന് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയും. അപ്പൊ ഈ 9 ഇവിടെ തന്നെ ഉൾപ്പെടാം. ഇവിടെ പിന്നെ 10 വരുന്നുള്ളൂ. അപ്പൊ ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് ഇൻക്ലൂസീവ് ക്ലാസിന്റെ പ്രത്യേകത. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 10 എന്ന വാല്യൂ ലോവർ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഇൻക്ലൂസീവ് ക്ലാസ്സും. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കാറ് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി distribution from the following data. Construct a frequency distribution table from the following data. അതിൽ നമുക്ക് കുറച്ച് വാല്യൂസ് തരും. ഇങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിള് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് എപ്പോഴും വരുന്നതാണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം തന്നെ അതിനൊരു ടേബിള് വരയ്ക്കാം. അതിലെ 3 കോളം വരയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ കോളത്തിലെ ക്ലാസ് എഴുതാം. പിന്നെ ടാലി,
ഫ്രീക്വൻസി. എന്നിട്ട് ഇവിടെ ക്ലാസ് തിരിക്കുമ്പോൾ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും നോക്കാം. ഇവിടെ ഏറ്റവും ചെറുത് 10 ആണ്, ഏറ്റവും വലുത് 30 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 30 വരെയുള്ള വാല്യൂസ് എടുക്കണ്ടോ? അപ്പോൾ 30 വരെയുള്ള വാല്യൂസ് ആകുമ്പോൾ 0, 10, 10, 20, 20, 30 മൂന്നെണ്ണം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 0, 5 അങ്ങനെ ഒരു 6 ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. 0 to 5, 5 to ഇതിപ്പോൾ 0 to 5 വേണ്ട, 5 to 10 തൊട്ട് മതി. കാരണം 10 മുതലല്ലേ ഉള്ളൂ. അപ്പോൾ 10 തൊട്ടുള്ള ക്ലാസ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ടോ? അപ്പോൾ 10 മുതൽ 15 വരെ, 15 മുതൽ 20 വരെ, 20 മുതൽ 25 വരെ, 25 മുതൽ 30 വരെ, 20, 25, 25, 30. എന്നിട്ട് ഇതിൽ ഓരോ വാല്യൂ എടുത്തിട്ട് അതിൽ ടാലി മാർക്ക് ഇടാം. അപ്പോൾ 10 എന്ന വാല്യൂ ഏതിലിടേണ്ടത്? ഇവിടെ ഇട്ടു. 15 ഏതിലിടണം? ഇതിലുണ്ട്, ഇതിലുണ്ട്. ഇത് ഏത് ക്ലാസ് ആണ്? എക്സ്ക്ലൂസീവ് ആണ് അല്ലേ? അതുകൊണ്ട് 15 ഇവിടെ അല്ല നമ്മൾ ഇടേണ്ടത്, നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഇട്ടു. ഇനി 20ഉം എക്സ്ക്ലൂസീവ് ആണ്, അതുകൊണ്ട് ഇവിടെ വേണ്ട, ഇതിലാണ് ഇടാൻ. ഇനി 25 ഇതിലാണ് ഇടേണ്ടത്. ഇനി 18 ഇവിടെ ഇട്ടു. 21, 30. ഇതിപ്പോ 30 എക്സ്ക്ലൂസീവ് ക്ലാസ് ആയതുകൊണ്ട് അടുത്തതിലാണെന്ന് അത് വരാൻ പാടുള്ളൂ. 17, 16, 29, 24, 25 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഫ്രീക്വൻസി 1. ഇതിപ്പോ 4 എണ്ണം ആയതുകൊണ്ട് 4. ഇത് 5 കിട്ടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വരയ്ക്കണം. പക്ഷെ ഇതിപ്പോ 5 ഇല്ലല്ലോ, 4 ഉള്ളൂ. 3, 3, 1 ഇതെല്ലാം കൂടി കൂട്ടാം. 12. ഇത് 12 തന്നെ അല്ലേ എന്നുള്ളത് ഇത് എണ്ണി നോക്കാം. അപ്പോൾ കറക്റ്റാണ്. ഇങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ടേബിള് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു റോ ഡാറ്റ എന്താണെന്ന്, പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിപ്പിച്ചു തന്നു, പിന്നെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് എന്താണെന്ന് പറഞ്ഞു തന്നു, പിന്നെ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ, ഈ ഫ്രീക്വൻസി ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുറച്ച് ടേംസ് ഞാൻ പറഞ്ഞു തന്നു അല്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പിന്നിൽ എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസിലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മോഡലിലുള്ള ചോദ്യങ്ങളാണ്. കാറ്റഗറി തിരിക്കല്, ഓഡ് വൺ ഔട്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, പിന്നെ ഒരു ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ ഈ പാഠം ഇപ്പം ഞാൻ ഈ ക്ലാസ് കേട്ടതിന് ശേഷം അതിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു.